ഹലോ ഗൈസ്, നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു 5 മിനിറ്റിലധികമുള്ള ഒരു വീഡിയോ ആണ് നമ്മളിടുന്നത്. അപ്പോൾ നമ്മുടെ പാപ്പി തിരിച്ച് ഗൾഫിലേക്ക് പോണതിൻ്റെ ഒരു വീഡിയോ ആണ്. പാപ്പി എന്ന് പറയുന്നത് ഏട്ടൻ്റെ അനിയനാണ്. പ്രത്യേകിച്ച് ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ബാഗ് പാക്ക് ചെയ്യണത് മുഴുവനായിട്ടൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഇതാണ്. അപ്പോൾ ഇത് തലേ ദിവസമാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഞാൻ പോണ സങ്കടമുണ്ട്. ഇത്ര ദിവസം 2 മാസമായി അവൻ വന്നിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടമുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും. വീട്ടിലൊരാളുള്ളത് തന്നെ അല്ലേ. അപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും പോവാൻ പുറപ്പെട്ടു. അപ്പോൾ അനുവിനും എല്ലാവർക്കും സങ്കടം തന്നെയാണ്. അപ്പോൾ രാവിലെ ഒരു 7:15 ഞങ്ങൾ പുറപ്പെട്ടു ഇവിടുന്ന്. അവന് ഒരു 10 മണിയാകുമ്പോഴേക്കും എയർപോർട്ടിലെത്തണം. അപ്പോൾ ഇതാ എല്ലാവരുടെ അടുത്തും യാത്ര പറയാം. അപ്പോൾ നമ്മുടെ തന്നെ വണ്ടിയിലാണ് കേട്ടോ പോണത്. അപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കാണ് പോണത്. അപ്പം നന്ദുവിൻ്റെ ചാവി കിളിക്കാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ കേൾക്കുന്നത്. അവൻ വന്നിട്ട് ഇടയിൽ അവൻ്റെ ഒരു ചാവി ഉണ്ട്, ആ ചാവി കിളിക്കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ തന്നെ പോകുകൊണ്ട് ഇതാ ഏട്ടനാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ രാവിലെ നേരത്തെ ഇറങ്ങുകൊണ്ട് ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കുട്ടികൾ. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇഡ്ഡലിയും ചട്നിയൊക്കെ പാക്ക് ചെയ്ത് പോന്നായിരുന്നു. അതൊക്കെ കുട്ടികൾക്ക് ഇടയിൽ കൊടുത്തു. അപ്പോൾ അതാ നമ്മുടെ എയർപോർട്ട് എത്തിയിട്ടോ. അപ്പോൾ അതാണ് കാണുന്ന എയർപോർട്ട്. അപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു, അതുകൊണ്ട് പതുക്കെ വരാൻ പറ്റിയുള്ളൂ. അപ്പോൾ അതാ നമ്മൾ പാർക്കിങ്ങിലേക്ക് കയറി. മഴയാകൊണ്ട് ഞങ്ങൾക്ക് പതുക്കെ വരാൻ പറ്റിയുള്ളൂ എന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് ഒരു 10 മണി കഴിഞ്ഞിട്ടാണ് ഞങ്ങളവിടെ എത്തിയത്. അപ്പോൾ എത്തിയപ്പോൾ തന്നെ അവനവിടെ കയറേണ്ട അത് വന്നു. അതുകൊണ്ട് കുറച്ച് നേരം അവിടെ നിൽക്കാനൊന്നും പറ്റിയില്ല. ചെന്നത് ഒരു 5 മിനിറ്റ് നിന്നപ്പോൾ തന്നെ അവൻ ഉള്ളിലേക്ക് കയറി. അപ്പോൾ അത് എല്ലാവരുടെ അടുത്തും യാത്ര പറയുകയാണ്. അവൻ കരയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോന്നിരുന്നത്. അപ്പോൾ അതിന് കുറേ പിടിച്ച് നിന്നവൻ കരഞ്ഞൊന്നുമില്ല കേട്ടോ. പക്ഷെ അനുവിന് നല്ല സങ്കടമാണ്. അപ്പോൾ നമ്മുടെ ദേവും വിച്ചു അതാ പുറത്ത് മഴ പെയ്യുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പുല്ലാണ്, അതിൽ കൂടെ പോയിട്ട് കളിക്കുകയാണ്. വഴിക്ക് വിടണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതാ ഞങ്ങളുടെ അടുത്ത് എല്ലായിടത്തും യാത്ര പറഞ്ഞതാ അവൻ പോവുകയാണ്. അനുവിന് വീഡിയോ എടുത്ത് പറയുമ്പോൾ അപ്പോൾ അവൾക്ക് സങ്കടമൊക്കെ ഉണ്ട്, എന്നാലും അവൾ അത് അടക്കി പിടിക്കുകയാണ്. ദേവുവിനൊക്കെ എന്തൊക്കെ കാട്ടേണ്ടത് തന്നെ അറിയണില്ല എയർപോർട്ട് കണ്ടിട്ട്. അവർക്കൊന്നും പോലീസുകാരുണ്ട് പിടിക്കുമെന്ന് പറഞ്ഞിട്ടൊന്നും അവർക്ക് യാതൊരു പേടിയില്ല. അപ്പോഴേക്കൊക്കെ ഉമ്മ കൊടുക്കാൻ പറഞ്ഞിട്ട് എല്ലാവരും ഉമ്മക്ക് കൊടുക്കുകയാണ്. നമ്മുടെ നന്ദുവിന് ആളും ബഹളമൊക്കെ കണ്ടപ്പോൾ പേടി തോന്നുന്നുണ്ട് അവന്. എന്താണെന്നറിയില്ല, അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. അവനെ ആളേനെ എന്തൊക്കെ കണ്ടിട്ട് എന്താണെന്നറിയില്ല. അപ്പോൾ അവൻ പോവാണ്. അവൻ ചെക്കിൻ ചെയ്യാൻ കയറി. അപ്പോൾ അവന് ബോഡി പാസ് കിട്ടണവരെ ഞങ്ങളവിടെ കാത്തുനിന്നു. ബോഡി പാസ് കിട്ടിയിട്ട് അവൻ പുറത്തേക്ക് വന്നിട്ട് പോവാന്ന് പറഞ്ഞിട്ടാണ് അവൻ തിരിച്ചു പോയത്. പിന്നെ അവൻ്റെ ഫ്ലൈറ്റ് 12 മണിക്കല്ലേ. പിന്നെ ഉള്ളിൽ കയറി നമുക്കൊന്നും കാണാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങളിതാ തിരിച്ചു. അപ്പോൾ ഇന്നലെ രാത്രിയാണ് ഏട്ടൻ വന്നത് കേട്ടോ. അപ്പോൾ ഏട്ടൻ ഷൂട്ടിങ്ങിൻ്റെ കുറേ സാധനങ്ങൾ എടുത്തായിരുന്നു അത്രേ. അപ്പോൾ അതൊക്കെ എറണാകുളത്ത് കൊണ്ടേ കൊടുത്തിട്ട് തന്നെയാണ് അവർ വന്നത്. അപ്പോൾ തിരിച്ച് വരുമ്പോൾ നമ്മുടെ ഒരു ഹാർമോണിയം അവർ വാടകയ്ക്ക് എടുത്താൽ അത്ര ഇവിടുന്ന്. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 10-30 കിലോമീറ്റർ എയർപോർട്ടിൽ നിന്ന് പിന്നെയും പോയിട്ട് അത് കൊടുത്തിട്ടാണ് വന്നത്. അപ്പോൾ നമ്മുടെ സിനിമയിലേക്ക് എടുക്കണ സാധനങ്ങളാണ് അത്ര അതൊക്കെ. അപ്പോൾ അവിടെ നിന്ന് അത്ര ഹാർമോണിയം എടുത്തത്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ അവിടെ കൊണ്ടേ കൊടുത്തു. എന്നിട്ട് തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറി. അപ്പോൾ എല്ലാവർക്കും എന്തൊക്കെ വേണ്ടതെന്ന് അവരവർ പറഞ്ഞ് കഴിക്കലൊക്കെ കഴിഞ്ഞു. നന്ദുമോന് കഴിക്കാൻ കൊടുത്തിട്ട് പിന്നെയാണ് ഞാൻ കഴിക്കൽ. അല്ലെങ്കിൽ എനിക്ക് കഴിക്കാൻ പറ്റില്ല. അവൻ്റെ കഴിക്കൽ കഴിഞ്ഞിട്ട് അവനെ ആരുടെ അടുത്തേലൊക്കെ കൊടുത്ത് എന്നിട്ട് വേണം എൻ്റെ കഴിക്കൽ. അപ്പോൾ എല്ലാവർക്കും അപ്പോഴേക്കും തിരക്കാവും. അവരൊക്കെ കഴിക്കൽ കഴിഞ്ഞ് നിന്നിട്ടുണ്ടാവില്ലേ. എന്നാലും ഞാൻ വേഗമൊക്കെ കഴിച്ച് ഞങ്ങളിത് ഇറങ്ങി. അപ്പോൾ അവൻ പോവാന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടം. നമ്മളിപ്പോൾ ആടുജീവിതം സിനിമയൊക്കെ കണ്ടില്ലേ, അതൊരു പ്രവാസി തന്നെയല്ലേ. അതൊക്കെ കണ്ടിട്ട് നമുക്കിപ്പോൾ ഒരു സങ്കടം തന്നെയാണ്. ഇപ്പോൾ അത് പണ്ടത്തെ കാലമാണെന്ന് പറയാം. എന്നിട്ട് അവൻ നമുക്ക് അവിടെ പോയിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ അയച്ചു തന്നാ കേട്ടോ. എയർപോർട്ടിലുള്ളതും വിമാനത്തിലുള്ളതും. അങ്ങനെ അവൻ 2 ഫ്ലൈറ്റ് മാറി കയറിയിട്ടാണ് പോയത്. ആദ്യം ഇവിടുന്ന് ഹൈദരാബാദിലേക്കാണ് കയറിയത്.
അവിടുന്ന് രാത്രി 10 മണിക്കാണ് ദുബായ് ഫ്ലൈറ്റ്. അപ്പോൾ നമുക്ക് അവിടെ നിന്നുള്ള കുറച്ച് വീഡിയോ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണതും ഒക്കെ അയച്ചു തന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതാ അവസാനിക്കുകയായിട്ടോ. ഓക്കെ, ബായ്.